ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓഡിയോ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ആൻഡ് ഗേറ്റ് ആണ്. ഓക്കെ അല്ലേ? ആൻഡ് ഗേറ്റ് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് BC547 എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് ഇതിന് മുമ്പ് നമ്മൾ ആൻഡ് ഗേറ്റ് ചെയ്തേക്കണേ. ഇപ്പം നമ്മൾ ആൻഡ് ഗേറ്റ് ചെയ്യാൻ പോണത് 7408 എന്ന് പറയുന്ന ലോജിക്കൽ IC ഉപയോഗിച്ചിട്ടാണ് ഇപ്പം നമ്മൾ ആൻഡ് ഗേറ്റ് ചെയ്യാൻ പോണേ. അത് നമ്മൾ ഇതുപോലെ IC എടുക്കുക, ഇതേപോലെ തന്നെ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കണക്ട് ചെയ്തു, IC കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്താ അറിയണം, ഇനി ഓരോ ലെഗുകൾ എന്താണെന്ന് അറിയണം. ഓക്കെ അല്ലേ? നമുക്ക് അത് എത്ര ലെഗ് ഉണ്ടെന്ന് എണ്ണാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 പിന്നെ IC ആണ് ഈ 7408 എന്ന് പറയുന്ന IC. ഓക്കെ അല്ലേ? അതിൽ ഏഴാമത്തെ പിന്ന് ഗ്രൗണ്ടും അതേപോലെ തന്നെ 14ാമത്തെ പിന്ന് VCC ആണ്. ആദ്യം നമുക്ക് ഗ്രൗണ്ട് കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്കറിയാലോ ഇത് നമ്മൾ കോമൺ ഗ്രൗണ്ടാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആദ്യം കണക്റ്റ് ആക്കണേ. ഇപ്പോൾ കളർ ഓക്കെയാണ്, ബ്ലാക്ക് തന്നെയാണ്. ഇനി നമ്മളിവിടെ VCC അടുത്ത കണക്ട് ചെയ്യാൻ പോവുകയാണ്. VCC നമ്മൾ ഇവിടെ നിന്നൊരു ചെറിയൊരു ലൂപ്പ് ഇങ്ങോട്ട് ഇടുക, അതായത് വയർ ഇപ്പുറത്ത്, അതായത് 12 എന്ന് എഴുതിയിരിക്കുന്നിടത്തുനിന്ന് 8ലോട്ട് വയർ കണക്ട് ചെയ്യുക. അതിനുശേഷം കളറൊന്ന് മാറ്റിയേക്കാം, റെഡ് ആക്കാം. അതിനുശേഷം ഈ 8ൽ നിന്ന് ഈ പോസിറ്റീവ് ഉണ്ടല്ലോ, ഈ ഒരു പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണക്ട് ചെയ്തു? ICയിലോട്ട്, ICയിൽ ഗ്രൗണ്ടും കണക്ട് ചെയ്തു, VCCയും കണക്ട് ചെയ്തു. ഇത് തന്നെയാണ് നമ്മൾ ഏതൊരു സർക്യൂട്ട് ചെയ്താലും ആദ്യം ചെയ്യേണ്ട കാര്യം. നമ്മളൊരു ലോജിക്കൽ സർക്യൂട്ട് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇതിൻ്റെ പവർ സപ്ലൈ, അതായത് ICയുടെ പവർ സപ്ലൈ എല്ലാം പ്രോപ്പർ രീതിയിൽ കൊടുത്തു വയ്ക്കുക. കാര്യം എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിച്ചു കഴിഞ്ഞാൽ പവർ സപ്ലൈ അല്ല എന്ന് നമുക്ക് ആ ഒരു ടൈമിൽ ഉറപ്പ് വരുത്താം. ബാക്കി കാര്യങ്ങൾ മാത്രം നമുക്ക് ചെക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ അല്ലേ? അടുത്ത ഇനി നമ്മൾ ഇതിൽ ഈ ഒരു ICയുടെ ഗേറ്റുകളാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് ഇൻപുട്ടാണ്. 1ാമത്തെ പിൻ ഇൻപുട്ട്, 2ാമത്തെ പിൻ ഇൻപുട്ട്, 3ാമത്തെ പിന്നാണ് ഔട്ട്പുട്ട്. ഓക്കെ അല്ലേ? 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമാണ് ഈ ഒരു ICക്ക് ഉള്ളത്. ടോട്ടൽ അങ്ങനെ ഈ ഒരു ICക്കകത്ത് മൊത്തത്തിൽ 4 ഗേറ്റ് ഉണ്ടാവും. നമ്മൾ ഇതിൽ നിന്ന് ഒരു ഗേറ്റ് മാത്രമാണ് ചെക്ക് ചെയ്യാൻ പോണേ. ആ ഒരു ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്ന 1ാമത്തെ പിന്ന്, 2ാമത്തെ പിന്നും ഈ ഒരു ICയുടെ ഇൻപുട്ടാണ്, 3ാമത്തെ പിന്നായിരിക്കും ഔട്ട്പുട്ട്. ഈ ഒരു സെക്ഷൻ മാത്രമാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ അല്ലേ? ഈ ഒരു ICക്ക് ചെക്ക് ചെയ്ത് കാണിക്കണം, ഇത് മാത്രമാണ്. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതും ചെക്ക് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു സെക്ഷൻ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതിയാവും. ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. പിന്നുകളുടെ നമ്പറുകൾക്ക് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ, കണക്ഷൻസിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിലോട്ട് സപ്ലൈ കൊടുക്കാൻ വേണ്ടി, അതായത് നമ്മുടെ ഇപ്പോൾ നമ്മൾ വോൾട്ടേജിനുള്ള, അതായത് പോസിറ്റീവ് നെഗറ്റീവ് വോൾട്ടേജിനുള്ള കണക്ഷൻസ് കൊടുത്തു. ഇനി നമുക്ക് എന്താണ്, ഈ ഒരു 0 and 1 കോമ്പിനേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്വിച്ചുകൾ കണക്ട് ചെയ്യണം. ഓക്കെ അല്ലേ? ഇതൊരു 4 സ്വിച്ച് ഉണ്ട്. നമുക്ക് ഈ ഒരു 2 സ്വിച്ച്, 1ഉം 2ഉം എന്ന് എഴുതിയിരിക്കുന്ന സെക്ഷനിലെ സ്വിച്ചുകൾ മാത്രം മതിയാവും. അത് ഇതുപോലെ എടുത്തിട്ട് 1ാമത്തെ കണ്ടല്ലോ, ICയുടെ 1ാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുക. 1ാമത്തെ സ്വിച്ച് ICയുടെ 1ാമത്തെ പിന്നിലും, 2ാമത്തെ സ്വിച്ച് ICയുടെ 2ാമത്തെ പിന്നിലും കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ICയിലോട്ട് സ്വിച്ചുകൾ രണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ ICയുടെ 2ാമത്തെ ടെർമിനൽ ഉണ്ടാവുമല്ലോ, ഒരു സ്വിച്ച്, ICയുടെ അല്ല സ്വിച്ചിന് 2ാമത്തെ ടെർമിനൽ ഉണ്ടാവുമല്ലോ. ഒരു സ്വിച്ചിന് 2 ടെർമിനലുണ്ട്. അതിൽ 2ാമത്തെ ടെർമിനൽ നമ്മൾ VCCയുമായി കണക്ട് ചെയ്യാം. ഇതുപോലെ കണക്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ICയിലോട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യാനുള്ള 2 സെക്ഷനും കഴിഞ്ഞു. ഇൻപുട്ട് ചെയ്യാനുള്ള സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാണണമല്ലോ. അതായത് ഇപ്പം 0 കൊടുത്താൽ എന്ത് കിട്ടണം എന്നുള്ളത് നമുക്കൊരു LED വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യണത്. ഔട്ട്പുട്ട് നമുക്ക് കാണണമെങ്കിൽ ഒരു LED കണക്ട് ചെയ്യണം. അപ്പം നമ്മൾ ഒരു LED ഇതുപോലെ കൊണ്ട് കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ആനയോട് കേതയോട്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ റെസിസ്റ്റർ, 1K റെസിസ്റ്ററാണ് നമ്മൾ ഉപയോഗിക്കണേ. നമ്മൾ ട്രെയിനർ കിറ്റ് ചെയ്യുന്നവർക്ക് ഇതുപോലെ റെസിസ്റ്ററോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം അതിലുണ്ടാവും. കണക്ഷൻസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തേ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് ആ ഒരു കിറ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. സർക്യൂട്ട് മാത്രം ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതിയാവും. കണ്ടല്ലോ, ഈ ഒരു ടെർമിനൽ 1 നിന്ന് കണക്ഷൻ എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ് 3ാമത്തെ പിൻ. ആ ഒരു 3ാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യുക.
കന്നി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ആനോട് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററിൻ്റെ അടുത്തൊരു എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഔട്ട്പുട്ടിൽ. ഓക്കെ അല്ലേ? ഈ ഒരു ICയുടെ ഔട്ട്പുട്ടിൽ ഇങ്ങനെ കണക്ഷൻ പോവുകയാണ്. ഓക്കെ അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളെ കാഥോഡ് നേരെ കണക്ട് ചെയ്യുക ഗ്രൗണ്ടിലോട്ട്. കളറൊന്ന് മാറ്റി വയ്ക്കുക, ബ്ലാക്ക് ആക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കണക്ഷൻസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പവർ സപ്ലൈയും കൂടെ ഒന്ന് ഇതിലോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? പവർ സപ്ലൈ കണക്ട് ചെയ്യാൻ വേണ്ടി പവർ സപ്ലൈയുടെ നെഗറ്റീവ് സെക്ഷനിൽ നിന്ന് ലൈൻ എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കോമൺ നെഗറ്റീവ് ഉണ്ടല്ലോ അതിലേക്ക് കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞു. ഇനി അതിന് ശേഷം പോസിറ്റീവിൽ നിന്നും അതേപോലെ കണക്ഷൻ എടുത്തിട്ട് ഈ ഒരു പോസിറ്റീവ് ഉണ്ടല്ലോ ഈ ഒരു പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു സെക്ഷനും കഴിഞ്ഞു. നമുക്ക് ആ കളർ ഒന്ന് മാറ്റി വയ്ക്കാം, അപ്പം കുറച്ചും കൂടെ എളുപ്പമാവും മനസ്സിലാക്കാൻ. ഇപ്പോൾ ഓക്കെ ആയില്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻഡ് ഗേറ്റിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും. ഇനി നമുക്ക് ട്രൂത്ത് ടേബിൾ ബേസ് ചെയ്തിട്ട് ആൻഡ് ഗേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആൻഡ് ഗേറ്റിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അല്ലേ? ഇപ്പം നമ്മുടെ 0 കണ്ടീഷനിലാണ് ഇരിക്കണേ. നമ്മളിതാ വോൾട്ടേജ് കൊടുത്തു. 0 കണ്ടീഷനിൽ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും. അടുത്ത ചെക്ക് ചെയ്യാൻ പോണത് 0 1. ഈ ഒരു ടെർമിനൽ ഒന്നാമത്തെ സ്വിച്ച് 0യിലും രണ്ടാമത്തെ സ്വിച്ച് 1ലോട്ടും ആക്കാൻ പോവുകയാണ്. കണ്ടല്ലോ, അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഒന്നുമില്ല. അപ്പോൾ എന്താണ് അർത്ഥമാക്കണേ? അതിൽ 0 1 കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഔട്ട്പുട്ട് 0 കിട്ടണേ. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ കണ്ടീഷനിൽ തന്നെ വയ്ക്കുക, അതായത് 0 കണ്ടീഷനിൽ വരിക. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുക, ഒന്നാമത്തെ അതായത് ഈ സ്വിച്ചിൻ്റെ സ്വിച്ച് 1 2 അതിൽ ഒന്നാമത്തെ സ്വിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഓൺ ചെയ്യുക. അപ്പോൾ എന്താണ് കിട്ടേണ്ടത്? അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1ഉം 0 ഇൻപുട്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് കിട്ടിയിരിക്കുന്നത്? 0 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 1 0 കൊടുത്ത ടൈമിൽ നമുക്ക് എന്തില്ല, ഔട്ട്പുട്ട് ഇല്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 1 കൊടുക്കുകയാണ്. 1 1 കണ്ടീഷനിൽ എന്തുണ്ട്? ഔട്ട്പുട്ടുണ്ട്. ഈ നാൻഡ് ഗേറ്റിന് 2 പിന്നും അതായത് ഇൻപുട്ടിൽ കൊടുക്കുന്ന 2 പിന്നും ഹൈ ആയാൽ മാത്രമേ എന്തുള്ളൂ, നാൻഡ് ഗേറ്റിന് ഔട്ട്പുട്ടുള്ളൂ. നാൻഡ് അല്ല, ആൻഡ് ഗേറ്റിന് ഔട്ട്പുട്ടുള്ളൂ. എന്നാൽ ഒരു പിന്നെങ്കിലും ലോ ആയി കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ് ഗേറ്റിന് എന്തില്ല, ഔട്ട്പുട്ട് ഇല്ല. ഓക്കെ അല്ലേ? ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ആൻഡ് ഗേറ്റ് വെച്ചിട്ടുള്ള സർക്യൂട്ടും ഒരു ഗേറ്റ് ചെക്ക് ചെയ്യണം. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ഗേറ്റുകളും ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതേ സെയിം രീതി തന്നെ, ഗേറ്റുകളുടെ നമ്പേഴ്സ് മാത്രം വ്യത്യാസം. ഈ ഒരു ഇൻപുട്ട് നമ്പർ അതായത് ഇൻപുട്ട് ICയുടെ ലെഗുകളുടെ നമ്പരും ഔട്ട്പുട്ട് ലെഗും വ്യത്യാസം വരും. ഓക്കെ അല്ലേ? അത്ര മാത്രമേ വ്യത്യാസം വരുള്ളൂ. ബാക്കി എല്ലാം സെയിം രീതിയാണ്. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ആൻഡ് ഗേറ്റ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. താങ്ക് യു.